Welcome back to Learnino. So, engineering maths ഒരു വില്ലനാണോ? സി എഞ്ചിനീയറിംഗ് മാത്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന്റെ ബാക്ക് ബോൺ ആണ്. നമുക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ മാത്രമായിട്ടാണ് എഞ്ചിനീയറിംഗ് മാത്സ് എന്നുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കാനുള്ളതെന്നുണ്ടെങ്കിലും ഇതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ പഠിക്കുന്ന പല കോഴ്സ് സബ്ജക്റ്റുകളിലും ഉണ്ടാവും. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ തുടങ്ങിയിട്ടുള്ള പേപ്പേഴ്സ് എടുത്തിട്ടുള്ളവർക്കൊക്കെ. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് മാത്സ് നമ്മൾ ആ ഒരു സെമിസ്റ്ററിൽ അങ്ങോട്ട് അതൊന്ന് ഒരു സപ്ലൈ ഇല്ലാണ്ട് കയറുക എന്നുള്ളതിനുപരിയായിട്ട് കൃത്യമായി നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന പല കോർ സബ്ജക്ട്സും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് മാത്സിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇൻട്രസ്റ്റോടു കൂടി ഫസ്റ്റ് സെമിസ്റ്റർ മുതൽ തന്നെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഒരുപക്ഷെ നമ്മൾ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടാവും എഞ്ചിനീയറിംഗ് മാത്സ് സപ്ലൈ അടിക്കും, ഷുവർ ആയിട്ട് സപ്ലൈ അടിക്കും, അത് കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊക്കെ. കാര്യം എഞ്ചിനീയറിംഗ് മാത്സ് എന്ന് പറയുന്നത് ഒരുപാട് സപ്ലൈ മുന്നേക്ക് വന്നിട്ടുള്ള പേപ്പറാണ്, അല്ലാതെ പറയുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ബേസ് ഇല്ലാതെ എഞ്ചിനീയറിംഗിന് വരുന്നു, വിച്ച് മീൻസ് +2 തന്നെ കാൽക്കുലസും കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാതെ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ അവർ പുറകിലോട്ട് പോകും. അതാണ് ഒരു റീസൺ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും ക്ലാസ് ബേസ് ഉണ്ടാക്കാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടില്ല. ഇനി ഈ വർഷം നമ്മൾ 2024 ജോയിൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് സ്പെസിഫിക് ആക്കിയിട്ടുണ്ട് മാത്സ്. മുന്നേ ഫസ്റ്റ് ഇയറിൽ എല്ലാവർക്കും ഒരേ മാത്സ് പഠിക്കുക എന്നുള്ള ഒരു രീതിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറ്റി ഗ്രൂപ്പ് സ്പെസിഫിക് ആക്കിയിട്ടുണ്ട്. അതായത് ഗ്രൂപ്പ് എ, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി എടുത്തവർക്ക് ഒരു മാത്സ്, ഗ്രൂപ്പ് ബിയിലാണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ബ്രാഞ്ചസിന് ഒരു മാത്സ്, ദെൻ ഗ്രൂപ്പ് സി സിവിൽ, മെക്കാനിക്കലുകാർക്ക് ഒരു മാത്സ്, അങ്ങനെ ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് മാത്സ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പിന്നീട് അവരുടെ വരുന്ന കോർ സബ്ജക്റ്റുകളിലേക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് മാത്രമാക്കിയിട്ട് മാത്സ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആക്കി എടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാസ്റ്റ് മിനിറ്റ് പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇത്. ഇപ്പം കുറെ സബ്ജക്ട്സ് ഒക്കെ അവസാനം കുറെ പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയൊക്കെ പഠിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി കയറുന്നത് പോലെ നമുക്ക് എഞ്ചിനീയറിംഗ് മാത്സ് കയറാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. കാരണം ഇത് നമുക്ക് അത്രയും ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ പ്രോബ്ലംസ് തുടക്കം മുതലേ അതിന്റെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാതെ അവസാനം 1-2 ദിവസം കൊണ്ടൊക്കെ ഇരുന്ന് പഠിച്ച് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ആദ്യം മുതലേ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും വരാനൊന്നുമില്ല. അപ്പൊ ആ ഒരു കാര്യം മാത്രമേ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സപ്ലി മാക്സിമം വരുത്താതിരിക്കുക. കാരണം നമുക്ക് ഓരോ സെമിസ്റ്റർ കടന്നു പോകും തോറും, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുക. ഓക്കെ, അത് കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ കോർ സബ്ജക്റ്റുകൾ വരും. നമുക്ക് മറ്റുള്ള ആക്ടിവിറ്റീസ്, ലാബ്, പ്രാക്ടിക്കൽ, പ്രോജക്റ്റ്, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബൊക്കെ വളരെ പരിമിതമായിട്ടുള്ള ലാബുകളാണ്, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ലാബുകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു സപ്ലൈ ഇല്ലാണ്ട് ഫസ്റ്റ് ഇയർ കടന്നു പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഈ എഞ്ചിനീയറിംഗ് മാത്സ് ഒക്കെ സപ്ലൈ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താ പറയാ മാത്സ് മാറി കോർ സബ്ജക്റ്റിലേക്ക് പോകും. പിന്നെ അടുത്ത എക്സാം വരുന്ന സമയത്ത് വീണ്ടും ഇതൊക്കെ പഠിച്ചുണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാസ്റ്റ് മിനിറ്റ് എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ച് പോയിട്ട് നമുക്ക് മാത്സ് ചെയ്യാനും പറ്റില്ല, പ്രോബ്ലം അല്ലേ, ചെയ്യാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സപ്ലി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ബിടെക് 4 വർഷം പാസ്സായി, ദാറ്റ് മീൻസ് 4 വർഷം കംപ്ലീറ്റ് ചെയ്ത്, പാസ്സായെന്നല്ല 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടും ഫസ്റ്റ് സെമിസ്റ്ററിൽ എഞ്ചിനീയറിംഗ് മാത്സ് മാത്രം സപ്ലി വന്ന ഒരുപാട് പേരുണ്ട്. നമ്മളിവിടെ ട്യൂഷൻസ്, ബിടെക് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ വീണ്ടും നമ്മൾ അവരെ എവിടെ തൊട്ട് +2 മുതൽക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം എന്ന് വെച്ചാൽ 4 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെയൊക്കെ ടച്ച് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരുത്താതെ മാക്സിമം ഫസ്റ്റ് സെമിസ്റ്ററിൽ തന്നെ ഇത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇൻട്രസ്റ്റോട് കൂടി ആദ്യം മുതലേ കൃത്യമായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് മാക്സിമം മിസ് ചെയ്യാതെ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സപ്ലൈ ഇല്ലാണ്ട് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ലേണിനോ എങ്ങനെയാണ് നിങ്ങളെ പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയാം. നമുക്ക്
എഞ്ചിനീയറിംഗ് മാത്സിന് നമ്മളുടെ കോഴ്സുകൾ അവൈലബിൾ ആണ്, റെക്കോർഡഡ് ട്യൂഷൻസ് അവൈലബിൾ ആണ്. നമ്മുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകൾ കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കുറേ സ്റ്റുഡൻസ് അത് ലൈവ് ക്ലാസ് ആയിരുന്നു. ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും നോട്ട്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയി ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ. ഇപ്പം നമുക്ക് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി ആൻഡ് സി കോമൺ മാത്സ് ആണ്, ഗ്രൂപ്പ് ഡി. അപ്പൊ ഈ ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ മാത്സിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇത് നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ PDF സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എക്സാമിന്റെ ടൈമിൽ നമ്മൾ ടെസ്റ്റുകൾ നടത്തും. അതേപോലെ തന്നെ നമ്മൾ പേഴ്സണൽ മെന്ററിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ വാലിഡിറ്റിയിലാണ് ഈ കോഴ്സ് വരുന്നത്. ഇപ്പൊ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ വരെ നിങ്ങൾക്ക് ഈ കോഴ്സ് കാണാനും പറ്റും. അപ്പോൾ 3000 rupees ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫീ വരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇത് ഡിസ്കൗണ്ട് ആയിട്ട് 999 എന്ന് പറയുന്ന ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പം ലിമിറ്റഡ് പീരീഡിൽ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സോ 1 ഇയറിലേക്കുള്ള എഞ്ചിനീയറിംഗ് മാത്സ് നിങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ വരുന്ന ഫസ്റ്റ് സെമിസ്റ്ററിൽ മാത്സിന്റെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് സെമിസ്റ്ററിൽ വരുന്ന മാത്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് 999 വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലിമിറ്റഡ് പീരീഡ് ഓഫർ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ എമൗണ്ട് 3000 എമൗണ്ട് തന്നെ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. കൃത്യമായി നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നോട്ട്സും അതേപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും വീഡിയോ ലെക്ചേഴ്സും ടെസ്റ്റും പേഴ്സണൽ മെന്ററിങ്ങും എല്ലാം നമുക്ക് ഉണ്ടാവും. അപ്പൊ എഞ്ചിനീയറിംഗ് മാത്സ് ഇനി നിങ്ങൾ പേടിക്കുക വേണ്ട, നമ്മുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. താങ്ക് യു.